89.6 FM Sargakshetra. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഉയരയിലൂടെ നമുക്കറിയാം നമ്മൾ പലവിധമായിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കോഴ്സ് ആർക്കൊക്കെ ചേരാനായിട്ട് സാധിക്കും, ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് കേപ്പബിൾ ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുള്ള മേഖലയാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആരാണ് എന്നുള്ളത്. പലർക്കും, ഇപ്പം എനിക്കും കുറച്ച് നാൾക്ക് മുന്നേ ഈ ആർക്കിടെക്റ്റ് ആരാണ് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നേ. അപ്പം ആർക്കിടെക്റ്റും ഇന്റീരിയർ ഡിസൈനറും തമ്മിലുള്ള ബന്ധം എന്താണ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ആൻഡ് ആർക്കാണ് ആർക്കിടെക്റ്റ് ആവാനായിട്ട് പറ്റുന്നത്, എന്ത് കോഴ്സാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ഒരു സ്കില്ലാണ് അല്ലെങ്കിൽ എന്തൊക്കെ നൈപുണ്യമുള്ള ആളാണ് ഇതിലേക്ക് പോകേണ്ടത് എന്നൊക്കെ നമുക്കൊരു സംശയങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഉയരയിലൂടെ ആ സംശയങ്ങളൊക്കെ നമ്മൾ മാറ്റാനായിട്ട് പോകുവാണ്, തീർക്കാനായിട്ട് പോകുവാണ്. കാരണം നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ജോ. യെസ് മാം, നമുക്ക് ഇന്ന് ആർക്കിടെക്ചർ എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ച്, കോഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പാട്ടുകൾക്ക് ശേഷം ഈ ഒരു കോഴ്സ്, ഏതൊക്കെ കോഴ്സാണ് ആവശ്യമുള്ളത്, ആ ഒരു കോഴ്സിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ആരാണ് ഒരു ആർക്കിടെക്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉയരയിലൂടെ ഇന്ന് കേട്ടറിയാനായിട്ട് പോകുവാണ് നമ്മൾ ഒരുമിച്ച്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കേട്ടുമുട്ടുന്നതായിരിക്കും കേട്ടോ. 89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ചിറകായി ഉയരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള ഡ്രീംസ് ഉണ്ട്. ഈ ഡ്രീംസിനിടയിൽ ആർക്കിടെക്റ്റ് ആവാനായിട്ട് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ ഒരു ആർക്കിടെക്റ്റ് ആവാനായിട്ട് കൊതിക്കുന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് കേൾക്കേണ്ട, അവരുടെ ഫ്രണ്ട്സുകൾ ഇതൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്ന സംഭവം നിങ്ങൾ പഠിച്ചാൽ ഇത് നിനക്ക് പറ്റും, അല്ലെങ്കിൽ ഇന്നൊരു എബിലിറ്റി ഇവൾക്കുണ്ട്, അപ്പം ഇത് ഇവർക്ക് പറ്റും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാനായിട്ടും അറിയാനായിട്ടും കേൾക്കാനുമാണ് ഇന്ന് ഉയരെയുള്ളത്. ആൻഡ് യെസ്, ഇന്ന് ഉയരയിൽ നമ്മൾ ആർക്കിടെക്ചർ എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. മാം, ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ആർക്കിടെക്റ്റ് ആരാണ് എന്നുള്ളതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇനി ആർക്കിടെക്റ്റ് ഇന്റീരിയർ ഡിസൈനർ ആണോ, അതോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആ മഞ്ഞ തൊപ്പിയിട്ട ആളുകളാണോ ആർക്കിടെക്റ്റ്, അങ്ങനെയൊക്കെ ചില സംശയങ്ങളുണ്ട്. സോ ആദ്യമേ തന്നെ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആരാണ് ഒരു ആർക്കിടെക്റ്റ്? ഓക്കെ ജോ, നമ്മളെല്ലാവരും നിർമ്മിതികളുടെ ലോകത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ സൗകര്യപ്രദവും സുന്ദരവും സുസ്ഥിരവും, അതായത് ദീർഘനാൾ നിലനിൽക്കുന്നതുമായ നിർമ്മിതികളുടെ സൃഷ്ടാവുകളായിട്ടാണ് നമ്മൾ ആർക്കിടെക്ട്സിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ മുറി, അതിന്റെ ഇന്റീരിയർ, അല്ലെങ്കിൽ ഒരു വലിയ ഭവനം, അല്ലെങ്കിൽ വലിയ മാളുകള്, തിയേറ്റർ കോംപ്ലക്സുകള്, ഓഡിറ്റോറിയംസ്, അതുപോലെ തന്നെ സ്റ്റേഡിയം, എയർപോർട്ടുകള് എന്ന് വേണ്ട നഗരങ്ങൾ വരെ ഡിസൈൻ ചെയ്യുവാനും നിർമ്മിക്കുവാനും ഒരു ആർക്കിടെക്ടിന്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. ഭാവനാത്മകമായി പറഞ്ഞാല് ശൂന്യതയിൽ നിന്ന് വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ആർക്കിടെക്ട്. എങ്കിൽ തന്നെ വളരെ ക്രിയേറ്റീവ് മൈൻഡ്സ് ഉള്ള ആളുകളാണ് ഈ ഒരു കോഴ്സിന് ചേരുന്നതും ഈ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് ആ പ്രൊഫഷനിൽ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഓജസ്സും തേജസ്സുമുള്ള ഇടങ്ങൾ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മനുഷ്യവാസത്തിന് ഉതകുന്ന ഭാവത്തിൽ വിഭാവന ചെയ്യുകയും അതുപോലെ അവ നിർമ്മിക്കുകയും ചെയ്യുന്നവരാണ് ആർക്കിടെക്ട്സ്. ഓക്കെ, അപ്പം എന്തായാലും മാം പറഞ്ഞതുപോലെ തന്നെ ആർക്കിടെക്റ്റ് ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. മാം പറഞ്ഞൊരു കാര്യമുണ്ട്, ശൂന്യതയിൽ നിന്ന് വിസ്മയം തീർക്കുന്നവരാണ് ആർക്കിടെക്റ്റ്. അപ്പം ഈ ഒരു ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കേട്ടിരിക്കേണ്ടതാണ് ഉയരെ. കാരണം ഇന്ന് ആർക്കിടെക്ചർ എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് കേൾക്കുന്നത്. ആർക്കിടെക്റ്റ് ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം എന്നാണ് നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. പാട്ടുകൾക്ക് ശേഷം ഇനിയും ധാരാളം കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. 89.6 FM Sargakshetra.
വെൽക്കം ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. മാം, നമ്മൾ ആർക്കിടെക്റ്റ് ആരാണ് എന്ന് പറഞ്ഞു കേട്ടു. അപ്പം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. ഇപ്പം മാം പറഞ്ഞൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ശൂന്യതയിൽ നിന്ന് വിസ്മയം തീർക്കുന്ന ഈ ഒരു ആർക്കിടെക്റ്റ് ആവാനായിട്ട് BARC എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തി ചൂസ് ചെയ്യേണ്ട പാത്ത് വേ എങ്ങനെയാണ് മാം? കാരണം നമുക്ക് പറയാം, ഒരു 4 year UG പ്രോഗ്രാമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിനെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു പാത്ത് വേ ചൂസ് ചെയ്യേണ്ടത്? BARC കോഴ്സ് ഒരു 5 year അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. അത് നമുക്ക് ആ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനായി ഒരു +2 കഴിഞ്ഞ വ്യക്തിക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് അതിൽ ഫിസിക്സും മാത്സും കമ്പൽസറി സബ്ജക്ട്സ് ആയിരിക്കണം. കെമിസ്ട്രിക്ക് പകരം ബയോളജിയോ ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്ട്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഓർ ഇൻഫർമേഷൻ പ്രാക്ടീസസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതുമല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, ഇതേതെങ്കിലും എടുത്തിട്ടുണ്ട് അതിൽ 45% അഗ്രിഗേറ്റ് മാർക്കുള്ള ആർക്കും BARC കോഴ്സിന് ചേരാനുള്ള മിനിമം ക്വാളിഫിക്കേഷനായി. പക്ഷെ ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ 10+3 ഡിപ്ലോമ എക്സാമിനേഷൻ ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിൽ മാത്സ് മാത്രം കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് 45% അഗ്രിഗേറ്റ് മാർക്ക് ലഭിച്ചിരിക്കണം. ഇതിനോടൊപ്പം തന്നെ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ, BARC കഴിഞ്ഞ് ഒരു ആർക്കിടെക്ട് ഡിഗ്രി കിട്ടുന്ന വ്യക്തിക്ക് ആർക്കിടെക്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്ന ഓർഗനൈസേഷനാണ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. ആ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു എക്സാം, അത് ആനുവലി നടത്തുന്നതാണ്. ആ എക്സാം നമ്മൾ എഴുതുമ്പോൾ അതിൽ 200 മാർക്കാണ്. അതിൽ മിനിമം 80% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷനുള്ള മിനിമം ക്വാളിഫിക്കേഷനായി. പക്ഷെ ഇതിന് നാറ്റ എക്സാം എന്ന് പറയും. ഈ നാറ്റ എക്സാം 2 കൊല്ലത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പം 11th സ്റ്റാൻഡേർഡിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്കും ആ എക്സാം എഴുതിയാൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 2 കൊല്ലത്തേക്ക് ആ വാലിഡിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് കഴിയുന്ന കുട്ടിക്ക് ഇമ്മീഡിയറ്റ്ലി അപ്പൊ തന്നെ എഴുതി. അപ്പം നമ്മുടെ കേരളത്തിൽ ആർക്കിടെക്ചർ ചെയ്യാനാണെങ്കിൽ, അതായത് കേരള ഗവൺമെന്റിന്റെ മെറിറ്റ് സീറ്റിലേക്കാണ് കുട്ടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാം, കീമിന്റെ എൻട്രൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ ആർക്കിടെക്ചർ ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ നാറ്റ, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാറ്റ എക്സാം എഴുതി അത് പാസ്സായി അതിന്റെ 50% മാർക്കും +2ന്റെ 50% മാർക്കും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് എൻട്രൻസ് കമ്മീഷണർ ഇന്ന കോളേജിലേക്കാണ് നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇൻഡിവിഷൻ നൽകുന്നത്. യെസ്, അപ്പം ഇതാണ് ഈ ഒരു BARC പഠിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ആർക്കിടെക്ട് ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അല്ലേ മാം? യെസ്. അപ്പൊ എന്തായാലും ഈ ഒരു പാത്ത് വേ നമ്മൾ കേട്ടു, എന്തൊക്കെ രീതികളിലൂടെയാണ് ഈ ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ആൻഡ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ആർക്കിടെക്റ്റ് ആവാനായിട്ടാണ്. അപ്പം ചിലർക്ക് സംശയമുണ്ട്, ഈ ആർക്കിടെക്റ്റ് ആയാൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ്, അല്ലെങ്കിൽ ഇതിനുള്ളിൽ എന്തൊക്കെ ജോലികളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ജോബ് പൊസിഷൻസ് ആണ് നമ്മളെ തേടിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മാം, അത് അറിയാനായിട്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പറയാനായിട്ട് മാം വെയിറ്റിംഗ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, യെസ്. ഉയരയിലെ ഇനി കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ആർക്കിടെക്ചർ എന്നുള്ളതാണ്. ഒരു ആർക്കിടെക്റ്റ് ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ആരാണ് ഒരു ആർക്കിടെക്റ്റ്, ഇതിന് വേണ്ട കോഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെ എന്നുള്ളത് കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഇനി അറിയാനായിട്ട് പോകുന്നത് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫ്രം കോട്ടയം. മാം, അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു BARC കഴിഞ്ഞു, ആർക്കിടെക്റ്റ് എന്നുള്ളൊരു ഡെസിഗ്നേഷൻ കിട്ടി, ആൻഡ് ഇതിന് ശേഷം എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ജോബ് പൊസിഷൻസ് ആണ് ഈ ഒരു BARC കഴിഞ്ഞ വ്യക്തിയെ കാത്തിരിക്കുന്നത്?
ഓക്കെ, നമുക്ക് ആർക്കിടെക്ചർ BArch ഡിഗ്രി എടുത്തു, നമ്മൾ ലൈസൻസ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എടുത്ത ശേഷം നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആ ലൈസൻസിന്റെ തലത്തിൽ നമുക്ക് പോയി സ്വന്തമായി ഓഫീസ് തുടങ്ങി ഒരു ഓൺടർപ്രണർഷിപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ തന്നെ എനിക്ക് പ്രോജക്ട്സ് കിട്ടുന്നു, ആ പ്രോജക്ട്സ് ഞാൻ ഡിസൈൻ ചെയ്യുന്നു, ആ ഡിസൈൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ക്ലയന്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അങ്ങനെ സ്വന്തമായി ഒരു ഓൺടർപ്രണർഷിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി അങ്ങനെ വേണ്ട, എനിക്ക് സ്വന്തമായി എനിക്ക് തന്നെ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കണ്ട, എനിക്ക് മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പല കമ്പനികളിലും പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞ L&T, പിന്നെ പല വലിയ ബിൽഡേഴ്സ്, അവരെല്ലാവരും ആർക്കിടെക്റ്റിനെ എംപ്ലോയ് ചെയ്യും. കാരണം അവരുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് മുഴുവനും ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന തൊഴിലായിരിക്കും ആ ആർക്കിടെക്ട് അവിടെ ആ കമ്പനിയിൽ ചെയ്യുന്നത്. ഇനി അതുമല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, അവിടെ തന്നെ ഒരു ആർക്കിടെക്ചർ വിങ് ഉണ്ട്. ഹൗസിംഗ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അവിടെ ആർക്കിടെക്ട്സിന് ആവശ്യമുണ്ട്. ടൗൺ പ്ലാനിങ്ങിൽ അതുപോലെ പല സെക്ഷനിലും ഗവൺമെന്റ് ജോബ്സ് LSGD, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെല്ലാം ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ടിന്റെ സേവനം ആവശ്യമുണ്ട്. ഇനി ഇതൊന്നുമല്ല, അധ്യാപനം താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഗവൺമെന്റ് കോളേജസും ഉണ്ട്, പ്രൈവറ്റ് കോളേജസും ഉണ്ട്. ഏകദേശം 35 കോളേജുകളും ഉണ്ട്. അവിടെയെല്ലാം പഠിപ്പിക്കാനായിട്ട് 1 കൊല്ലം പ്രാക്ടീസ് ചെയ്ത ശേഷം BArch കഴിഞ്ഞ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ എടുത്ത ശേഷം 1 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം പ്രാക്ടിക്കൽ നോളജ് പഠിപ്പിക്കാൻ വളരെ ആവശ്യമുള്ളത് കൊണ്ട് 1 കൊല്ലം ഗ്യാപ്പ് എടുത്ത് നമ്മളൊരു ആർക്കിടെക്ടിന് കൂടെ പ്രാക്ടീസ് ചെയ്ത ശേഷം നമുക്ക് ഈ ടീച്ചിങ്ങിലോട്ട് കയറാം. ഇനി അതുമല്ലെങ്കിൽ പല ഡിസൈനർ കമ്പനീസും ആർക്കിടെക്ട്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇനി ആർക്കിടെക്ചർ കഴിഞ്ഞ സ്ഥിതിക്ക് BArch കഴിഞ്ഞാൽ പഠനം അവിടെ നിൽക്കുന്നില്ല, ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിലൊന്ന് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ആണ്. അപ്പൊ ലാൻഡ്സ്കേപ്പ് നമുക്കറിയാലോ, എല്ലാവർക്കും നല്ല നല്ല സുന്ദരമായ പൂന്തോട്ടങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്, ഒരു കോഴ്സുമാണ്. അത് അങ്ങനെ പോകാം. ഇനി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിസൈൻ ചെയ്യാം, ഹൗസിംഗ് പഠിക്കാൻ പറ്റും. ഹൗസിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഭവനരഹിതരായിട്ടുള്ളവർക്ക് ഭവനങ്ങൾ നിർമ്മിക്കുന്ന സർക്കാർ തല പോളിസികളെല്ലാം ടേക്കപ്പ് ചെയ്തിട്ട് അവിടെ നമുക്ക് വർക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ തന്നെ പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിലേക്ക് പോകാം, ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിലേക്ക് പോകാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പൈതൃക സംരക്ഷണം എന്ന് പറഞ്ഞ് നമ്മുടെ പരമ്പരാഗതമായി ലഭിച്ച പൈതൃക ഭവനങ്ങളും പൈതൃക നിർമ്മിതികളുടെ എല്ലാം സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഈ കോഴ്സ് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ? ഇപ്പം പഠിപ്പിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇപ്പം സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പം BArch ഡിഗ്രി കോഴ്സിന് ശേഷം ഒരു കാര്യം സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയാൽ കൂടുതലും ജോലി സാധ്യതകൾ. ഇപ്പം ഒരു സംശയം ചോദിച്ചോട്ടെ മാം, ഇപ്പം BArch കഴിഞ്ഞ ഒരു വ്യക്തിക്കാണോ അതോ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണോ കൂടുതലും ജോലി സാധ്യതകൾ കിട്ടാൻ ചാൻസ് ഉള്ളത്? BArch കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായി ഒരു ഡിസൈൻ ചെയ്ത് തുടങ്ങി, ആ ഡിസൈൻ നല്ല ഹിറ്റ് ആവുകയാണെങ്കിൽ, അതായത് എന്റെ സ്കില്ല് വളരെ, ഞാൻ സ്കിൽഡ് ആണ്, ഞാൻ ഡിസൈൻ നല്ല ഹിറ്റ് ആയിട്ട് വരുവാണെങ്കിൽ BArch വെച്ച് മാത്രം എനിക്ക് വളരെ വലിയൊരു ആർക്കിടെക്റ്റ് ആയിട്ട് വളരാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് എപ്പോഴും ക്വാളിഫിക്കേഷനും നമ്മൾ നോക്കുന്നത് കൊണ്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് കൂടെ ആയിട്ട് മാറുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോകാനായിരിക്കാം ചിലപ്പോൾ ഒരു ക്ലയന്റ് താല്പര്യപ്പെടുന്നത് എന്ന് വെച്ച് നല്ല കഴിവുള്ള ആർക്കിടെക്ട് BArch മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല ആ കഴിവിന്റെ തലത്തിൽ. കാരണം ഇതെല്ലാം സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. നല്ല സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തെക്കാൾ വളരെയേറെ ഗുണകരം ചെയ്യും. ഓക്കെ, ഒരു കാര്യം കൂടെ ഒന്ന് ചോദിക്കും. ഇപ്പം മാം പറഞ്ഞു സ്കിൽ ബേസ്ഡ് കോഴ്സ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പം +2 പഠിക്കുന്നവരായിരിക്കും. ഇപ്പം +2 പഠിക്കുന്നവർക്കും എക്സാം എഴുതി നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തൻ്റെ സ്കിൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരാണ് അല്ലെങ്കിൽ എന്ത് കഴിവുള്ളവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് തിരിയാനായിട്ട് സാധിക്കുന്നത് മാം? ആർക്കിടെക്ചർ പഠിക്കാനായിട്ട് നമുക്ക് 3 ഡയമെൻഷനിലായിട്ട് തിങ്ക് ചെയ്യാനൊരു കഴിവുണ്ടാവണം. ഒരു വസ്തുവിനെ കണ്ടാൽ അതിന്റെ 3 ഡയമെൻഷൻസ് എന്താണ്? കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇടങ്ങളാണല്ലോ, മനുഷ്യവാസത്തിന് ഉതകുന്ന രീതിയിലുള്ള ഇടങ്ങളാണ്. അപ്പൊ ആ ഇടങ്ങളെ നമ്മൾ 3 ഡയമെൻഷനിലാണ് കാണുന്നതും അതിനെ വരയ്ക്കുന്നതും. അപ്പം സ്പേഷ്യലായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. കുറച്ചൊക്കെ സ്കെച്ചിങ് കേപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ മനസ്സിൽ കാണുന്ന പല ഐഡിയകളും ചിന്തകളും നമുക്ക് അതിനെ ഒരു രൂപം നൽകി ഒരു പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കുറച്ചൊക്കെ വരയ്ക്കാൻ കഴിവുള്ളവരും പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും, കാരണം ഈ ഒരു കോഴ്സ് ആ ഒരു സ്കിൽ ബേസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ
പല ഊരി വരച്ചു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു ഡെപ്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനും താല്പര്യമുള്ളവരാണ് ഈ കോഴ്സ് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ആക്ച്വലി മാമിനോട് ചോദിക്കാനിരുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ ഒരു കോഴ്സിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് കേട്ടു. ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വരയ്ക്കാനായിട്ടുണ്ട്. പല ആവർത്തി നമ്മൾ വരച്ചും തിരുത്തിയൊക്കെ വേണം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇപ്പം കോഴ്സിൽ തന്നെ. അപ്പം എങ്ങനെയൊക്കെ ഈ ഒരു ചലഞ്ചസിനെ നേരിടാം എന്നുള്ളതൊരു സംശയമായിരുന്നു. ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പാട്ടിലേക്ക് പോകാം. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടറിയാം അപ്പം HOD നിന്ന് എന്തൊക്കെ ടിപ്സ് ആണ് കേൾക്കാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കിടെക്ചർ എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. ആർക്കിടെക്റ്റ് ആവാനായി ആർക്കൊക്കെ സാധിക്കും എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആർക്കൊക്കെ സാധിക്കും, കാരണം അതിന് വേണ്ട സ്കിൽസ് എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ മാം പറഞ്ഞ ഒരു സ്കില്ലാണ് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിലൂടെ നമ്മൾ വന്ന ഒരു ചോദ്യമാണ്. അപ്പം ഈ ഒരു കോഴ്സിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ചലഞ്ചസിനെ എങ്ങനെയൊക്കെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് വളരെ ഫലപ്രദമായിരിക്കും. ഒരു വിഷയം നമ്മൾ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഞാൻ കുട്ടികളിൽ കണ്ടിട്ടുള്ളത് ടൈം മാനേജ്മെന്റ് ആണ്. കാരണം മൾട്ടിപ്പിൾ പ്രോജക്ട്സ്, ഓവർലാപ്പിംഗ് ഡെഡ് ലൈൻസ് കാണും. അപ്പം ഇത് എങ്ങനെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. ടൈം എങ്ങനെ മാനേജ് ചെയ്യും? ഇതൊരു ക്രിയേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടായിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഡിസൈൻ ചെയ്യാനായിട്ട് ടീച്ചർ ക്ലാസ്സിൽ ആവശ്യപ്പെടുമ്പോൾ ആ ഡിസൈനിലേക്ക് എത്താനുള്ള തോട്ട്സ് മനസ്സിൽ കിടക്കുമെങ്കിൽ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നാണ് നമ്മൾ എന്നെ വിളിക്കുന്നത്. നമ്മൾ മൈൻഡ് ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കും ചിലപ്പം. അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചായിട്ട് ഞാൻ കുട്ടികളിൽ കാണാറുണ്ട്. കാരണം ആ ഒരു ബ്ലോക്ക് ഓവർകം ചെയ്താൽ മാത്രമേ എനിക്ക് ഡിസൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ ഡിസൈൻ വരച്ച ശേഷം ഇന്നത്തെ കുട്ടികൾ കാണുന്ന ക്രിറ്റിസിസം നമുക്കൊരു പേടിയാണ്, ഫിയർ ഓഫ് ക്രിറ്റിസിസം. അപ്പൊ ഫിയർ ഓഫ് ക്രിറ്റിസിസം ഉള്ളതുകൊണ്ട് ഡിസൈൻ മറ്റൊരാളെ കാണിച്ചാൽ അത് സ്വന്തം ക്ലാസ്സിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യണം, ഇനി അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കാണിക്കണം. അപ്പൊ കാണിക്കുമ്പോൾ എന്താണ് ക്രിറ്റിസിസം വരുന്നത്? നമ്മൾക്കൊരു ജനറൽ മലയാളി എന്ന് പറഞ്ഞ ക്രിറ്റിസിസം എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അത് എനിക്കൊന്ന് സ്കൂളിങ്ങിന്റെ തന്നെ ഒരു പ്രശ്നമാണ്. അതിപ്പോഴും പോസിറ്റീവായിട്ട് കൂടെ നമ്മൾ ക്രിറ്റിസിസത്തെ കാണാൻ പഠിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു ചലഞ്ച് കുട്ടികളിൽ കാണുന്നുണ്ട്. പിന്നെ ചില കുട്ടികൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഇപ്പൊ പെർഫെക്ഷനിസം ഉള്ളത് കൊണ്ട് അവർക്ക് ആ ടൈം ലിമിറ്റ് കീപ്പ് ചെയ്ത് ഡ്രോയിങ്സ് ഡിസൈനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു വിഷയമായിട്ട് കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം ചലഞ്ചായിട്ട് കാണുന്ന ടെക്നിക്കൽ സ്കിൽസ് ആണ്. അപ്പം യു ഹാവ് ടു ലേൺ പുതിയ സോഫ്റ്റ്വെയർസ് പഠിക്കേണ്ടി വരും. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കും. ഓട്ടോക്യാഡ്, റെവിറ്റ്, സ്കെച്ചപ്പ്, ലൂമിയോൺ, അങ്ങനെയുള്ള ആ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഗോ ത്രൂ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഡ്രോയിങ് സ്കില്ല് കുറവാണെങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും ആർക്കിടെക്ചർ. അപ്പൊ ഹാൻഡ് ഡ്രോയിങ്ങും സ്കെച്ചിങ്ങും അതുപോലെ ടെക്നിക്കൽ ഡ്രോയിങ് മനസ്സിലാക്കാനുള്ള കഴിവും ഇല്ലെങ്കിൽ ആ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആർക്കിടെക്ചർ. പിന്നെ എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ ഫിസിക്കൽ, മെന്റൽ സ്ട്രെസ് അതെല്ലാ കോഴ്സസിനും ഉള്ളത്. ഇപ്പൊ ആർക്കിടെക്ചർ മാത്രമായിട്ടൊരു ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് ഒന്നുമില്ല, എല്ലാ കോഴ്സസിനും ഉണ്ട്. അപ്പം പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചിലപ്പം നമുക്ക് കുട്ടികളിൽ വളരെ പുവറായിട്ട് കാണാറുണ്ട്. അപ്പൊ അതൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് യുവർ ഡിസൈൻ. ഓക്കെ, അപ്പം ഈ ചലഞ്ചസിനോടൊക്കെ മാം എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? ഇപ്പം സ്റ്റുഡൻസ്, ഇപ്പം മാമിന്റെ കോളേജിലെ സ്റ്റുഡൻസ് ആണെങ്കിലും വരുമ്പോൾ എങ്ങനെയാണ് അവർക്കൊരു സൊല്യൂഷൻ എങ്ങനെ മാം കൊടുക്കാറ്? ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതൊരു ചലഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ക്ലാസ്സിൽ പല പ്രാവശ്യം അവരെ കൊണ്ട് തന്നെ ഓരോ പ്രസന്റേഷൻസ് നടത്തിപ്പിക്കും. അതായത് അവരവരുടെ വർക്കിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ ആദ്യമൊക്കെ അവർക്ക് ചിലപ്പം നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണല്ലോ. അപ്പം ഇംഗ്ലീഷിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ സപ്പോർട്ട് ചെയ്തിട്ട്, പക്ഷെ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കുറച്ച് കാര്യമെങ്കിലും ഗ്രാമർ തെറ്റിയാലും ഇംഗ്ലീഷിൽ തന്നെ പറയണം. കാരണം നാളെ എനിക്ക് കിട്ടുന്ന ഒരു ക്ലയന്റ്
വേറൊരു സ്റ്റേറ്റ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ട് വരരുത്. അപ്പം നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് ഇപ്പം ആസ് ഉള്ളത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ആ ലാംഗ്വേജ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പല വേദികൾ ഒരുക്കി കൊടുക്കും. ആ വേദികളിൽ കൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവര് എക്സെൽ ചെയ്യാറുണ്ട്. അതുപോലെ ഡ്രോയിങ് സ്കിൽസ് കുറച്ച് കുറവുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പലൂരി ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞ് അവർക്ക് ചിലപ്പോൾ വിഷമമാവും അതൊക്കെ. എങ്കിൽ പോലും ഞാൻ ചോദിക്കും, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ, അതായത് കിൻഡർ ഗാർഡനിലൊക്കെ ചെന്നപ്പോ, നഴ്സറി സ്കൂളിൽ ചെന്നപ്പോ എത്ര പ്രാവശ്യം ആൽഫബറ്റ്സ് എഴുതിച്ചു, എന്തിനാണെന്ന് എഴുതിച്ചത്? കാരണം ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യും. അതുപോലെയാണ് നമ്മുടെ ഡിസൈൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പലവരും നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, റീഡൂ ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ എന്നേക്കാൾ ബെറ്റർ ആയിരിക്കണം നാളത്തെ ഞാൻ. ഇത് മാത്രം നമ്മൾ വി ആർ നോട്ട് ഇൻ കോമ്പറ്റീഷൻ വിത്ത് എനിവൺ ഇൻ ദ ക്ലാസ്, വി ആർ ഓൺലി ഇൻ കോമ്പറ്റീഷൻ വിത്ത് ourselves. അത് ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. നമുക്ക് നമ്മുടെ നെയ്ബറിനോടല്ല കോമ്പറ്റീഷൻ. എന്റെ ഇന്നേക്കാണെങ്കിൽ എനിക്ക് കോമ്പറ്റീഷൻ, ഐ ഷുഡ് ബി എ ബെറ്റർ പേഴ്സൺ ടുമോറോ എന്നുള്ള രീതിയിലാണ് ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികളിലേക്കും ഈ പാഠങ്ങളാണ് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ അതിൻ്റെതായിട്ടുള്ള ചില ചലഞ്ചസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ആർക്കിടെക്ചർ എന്ന കോഴ്സിലേക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണ് എന്നുള്ളത് കേട്ടു. അതിനെയൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് കൂടെ നമുക്ക് മാം പറഞ്ഞു തന്നു. അപ്പം ഇനിയും ഈ ഒരു കോഴ്സിനെ പ്രതി ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇത് ഈ കോഴ്സ് ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ മാം, കൂടുതലും എന്താണ് ഇനി അടുത്ത എന്താ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും ആ ഒരു തോന്നലുണ്ട്. എന്തായാലും അടുത്ത ചോദ്യം നമുക്ക് പാട്ടുകൾക്ക് ശേഷമാവാം, ഉത്തരം പാട്ടുകൾക്ക് ശേഷം കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കിടെക്റ്റ് ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ നടക്കുന്നത് തുടങ്ങിയതാണ്. അപ്പം ഒരു ആർക്കിടെക്റ്റ് ആരാണ്, എന്താണ് ജോലി, അതിനുള്ളിലുള്ള ജോലി സാധ്യതകളെക്കുറിച്ച് നമ്മൾ കേട്ടു. ആൻഡ് ഈ ജോലി സാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോഴ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ചലഞ്ചസിനെയൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. മാമിനോടാണ്. മാം, നമുക്ക് നെക്സ്റ്റ് ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മാം പറഞ്ഞിരുന്നു ഈ ഒരു കോഴ്സിൽ പലതരത്തിലുള്ള അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചലഞ്ചസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാം അത് പറഞ്ഞത്. ഇപ്പം ടെക്നോളജിക്കലി പല അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്കലി സ്കിൽഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ടെക്നോളജിക്കലി വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ? ഇപ്പം നമുക്കറിയാം ഏതൊരു ഫീൽഡിലാണെങ്കിലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിപ്പം AI അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, അല്ലാതെ ടെക്നോളജിക്കലി വൻ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്? ജോ പറഞ്ഞത് വളരെ ശരിയാണ്. ഓരോ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയും അതനുസരിച്ചുള്ള അപ്ഡേഷൻ എല്ലാ മേഖലയിലെന്ന പോലെ വാസ്തുവിദ്യയിലുമുണ്ട്. ഉദാഹരണമായിട്ട് പാരാമെട്രിക് ഡിസൈൻ. ഇപ്പൊ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്. അപ്പം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ സജഷൻസ് കൊടുത്ത് സിസ്റ്റത്തെ കൊണ്ട് തന്നെ ഡിസൈൻ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ ബേസ്ഡ് ഓൺ സർട്ടൻ പാരാമീറ്റേഴ്സ്. ഇതെല്ലാം ഇപ്പം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരെണ്ണമുള്ളത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ആണ്. അതായത് 3D മോഡലിംഗ് സിസ്റ്റം തന്നെ കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് തരും, നമ്മൾ അതിന്റെ പാരാമീറ്റേഴ്സ് ഫീഡ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ജോലി കുറച്ചും കൂടെ എളുപ്പമാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാർഡ് വർക്ക് ആവശ്യമുള്ള ഒരു കോഴ്സാണെന്ന്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൽ എക്സൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടൂൾസ് കിട്ടും. അത് BIM ആയിക്കോട്ടെ, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഒരു ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് അവർ ഹാൻഡ് ആൻഡ് അവർ മൈൻഡ്. നമ്മുടെ ജോലി എളുപ്പമാക്കാനുള്ള രീതിയിൽ നമ്മളെ സഹായിക്കുന്നതാണ് ഈ വരുന്ന അപ്ഡേഷൻസുകളെല്ലാം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വെർച്വൽ റിയാലിറ്റിയെ കുറിച്ചും ഓഗ്മെന്റഡ് റിയാലിറ്റിയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ തന്നെ ആർക്കിടെക്ചറിൽ നമുക്ക് വെർച്വൽ വാക്ക് ത്രൂ പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഒരു വീട്, ഇനി പണിയാൻ പോകുന്ന വീട് അല്ലെങ്കിൽ പണിയാൻ പോകുന്ന കെട്ടിടം ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് വെർച്വൽ വാക്ക് ത്രൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ക്ലയന്റിന് നല്ലൊരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയായിരിക്കും
ഈ നിർമ്മാണം കഴിയുമ്പോൾ എന്നുള്ളത്. അപ്പൊ PC കമ്മ്യൂണിക്കേഷൻ, നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ട് നമുക്ക് വെർച്വൽ റിയാലിറ്റി ഉപയോഗിക്കാൻ പറ്റും. അതും വളരെയായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ് ആർക്കിടെക്ചറിൽ. പിന്നെ നമ്മുടെ പുരാതന കെട്ടിടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഇണചേർന്ന് നിന്ന് വളർന്നു വന്നതുപോലെ നമുക്ക് തോന്നും. സന്തുലിത, പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് പുരാതനമായ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് എവിടെയോ വഴിതെറ്റി നമ്മൾ ഈ പ്രകൃതിയുമായുള്ള ഒരു സന്തുലിതാവസ്ഥ വിട്ടുപോയെങ്കിലും വീണ്ടും ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസും എനർജി കൺസർവേഷനും ഒക്കെ വളരെ അപ്ഡേറ്റഡ് ഫീൽഡായിട്ട് വരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ടെക്നോളജീസ് ഉണ്ട്. സ്മാർട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യേണ്ട ടെക്നോളജി നമുക്കുണ്ട്. സോളാർ ഇന്റഗ്രേറ്റഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ഗ്രീൻ റൂഫ് സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ വാട്ടർ റീസൈക്ലിംഗ്, ഹാർവസ്റ്റിംഗ് സിസ്റ്റംസ്, ഇങ്ങനെയുള്ള ഒരുപാട് സസ്റ്റൈനബിൾ ടെക്നോളജീസ് നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഡിസൈനിലും കൺസ്ട്രക്ഷനിലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മനുഷ്യൻ നിർമ്മിക്കുന്നത് പോലെ തന്നെ മെഷീനുകൾ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. അപ്പോൾ 3D പ്രിന്റിംഗ്, മറ്റത് ചെറിയ ചെറിയ ഓബ്ജക്ട്സ്, പ്രൊഡക്റ്റ് സയൻസ് ഒക്കെ ആയിരുന്നു 3D പ്രിന്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് മെഷീൻ തന്നെ സൈറ്റിൽ വന്ന് നമുക്ക് കെട്ടിടം പ്രിന്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ഒരു കാലമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ 3D പ്രിന്റിംഗ് ഒരു ബിൽഡിംഗ് ഉടനെ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കോട്ടയം. അപ്പം ആ രീതി, അത് ലാർജ് സ്കെയിൽ ബിൽഡിംഗ് കോമ്പോണൻസ് പ്രിന്റ് ചെയ്ത് അതുപോലെ സൈറ്റിൽ ഈ 3D മെഷീൻ വന്ന് തന്നെ പ്രിന്റ് ചെയ്യും. പിന്നെ ഒത്തിരി അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഡ്രോൺ ടെക്നോളജി. ഇപ്പൊ ബിൽഡിങ്ങിനകത്ത് തന്നെ നമ്മുടെ മൂഡ്സും നമ്മുടെ ഇമോഷൻസും ഒക്കെ റീഡ് ചെയ്തിട്ട് ലൈറ്റ് ഡിം ആവുന്നു, ലൈറ്റ് ബ്രൈറ്റ് ആവുന്നു, അങ്ങനെയുള്ള ഒത്തിരി അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രോൺ ടെക്നോളജി ഈസ് അനദർ തിങ്. പിന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വേണ്ട, നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ഡേ പോലും ഡിസ്കസ് ചെയ്താൽ തീരാത്ത അത്രയും അപ്ഡേഷൻ ഈ ഫീൽഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ജോലി സാധ്യത വളരെയേറെ കൂടാനും സാധ്യതയുണ്ട്. ഓ ഗ്രേറ്റ്. ഞാൻ ഇതിങ്ങനെ ഇത്രമാത്രം വളർന്നു എന്നറിഞ്ഞില്ല. കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച എന്നറിയാം, ഇപ്പം നമ്മളൊരു റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇമോഷൻ അനുസരിച്ച്, നമ്മുടെ മൂഡ് അനുസരിച്ച് ലൈറ്റ് ഡിം ആകുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ടെക്നോളജി എന്തുമാത്രം വളർന്നു. ആൻഡ് നമ്മുടെ എല്ലാ ഫീൽഡിലും ഇതിൻ്റെ ഒരു അഭിനിവേശം എന്ന് പറയാമല്ലോ, അത് വന്നത് എത്രമാത്രമാണെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മാം ഒരു സംശയം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞു, അപ്പം ഈ ഒരു കോഴ്സിൽ വന്ന ടെക്നോളജി അല്ലെങ്കിൽ ഇനി വരാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ തുഞ്ചത്ത് വരെ എത്തിയിരിക്കുന്ന ടെക്നോളജീസിനെ കുറിച്ച് അല്ലെങ്കിൽ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടെക്നോളജി വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇത്രയും ടെക്നോളജിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ആർക്കിടെക്റ്റ് എന്ന രീതിയിൽ എങ്ങനെ ഈ ഒരു മേഖലയിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാം? അപ്പം ഇത് നമ്മുടെ ചുറ്റുപാടും ഇത്രയും മാറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ടല്ലോ, ഈ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ഒരാൾ. അപ്പം അതെന്തുമാത്രം അപ്ഡേറ്റഡ് ആയിരിക്കണം? നമുക്ക് പാട്ടുകൾക്ക് ശേഷം ഉത്തരം പറഞ്ഞാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും മാം റെഡിയാണ്. നമുക്ക് കേൾക്കാം എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലായിരിക്കുന്ന ആൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. അങ്ങനെ ഉയരയിൽ നമ്മൾ ഇന്ന് ആർക്കിടെക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു ആർക്കിടെക്റ്റ് ആവാം എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ അതിശയകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അറിഞ്ഞപ്പം നമ്മളെല്ലാം ഇങ്ങനെ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് കൂടെയുള്ളത് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. നമ്മൾ ഈ ഒരു കോഴ്സിൽ വന്ന അല്ലെങ്കിൽ വരാനായിട്ട് പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അപ്ഡേറ്റ്സുകളെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവസാനിപ്പിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞത്, ഇത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ ജോലിയിലായിരിക്കുന്ന ഒരു വ്യക്തി അവർ നടത്തേണ്ട ഒരു അപ്ഡേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ സംശയം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇത്രയും മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു, നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആർക്കിടെക്ചർ മേഖലയിൽ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ്സിനോടൊപ്പം ഒപ്പം പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്?
ഓക്കെ ജോ, നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഏത് കെട്ടിടത്തിന്റെയും അതിന്റെ ഒരു ദീർഘായുസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് എന്നുള്ളതിൽ നിന്ന് തുടങ്ങുമല്ലോ. അതുപോലെ ആർക്കിടെക്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി അല്ലെ ആർക്കിടെക്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ്, ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ സ്ട്രോങ് ആക്കിയ ശേഷം അവര് ഇന്നത്തെ കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നോളജി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പം അതൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് തുടങ്ങാം. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഹാൻഡ് ഓൺ ആയിരുന്ന കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പം നമ്മുടെ ജോലിക്ക് സൗകര്യമുണ്ടാക്കുന്നത് പോലെ തന്നെ സമയവും ലാഭിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പല സോഫ്റ്റ്വെയർസിന്റെ പേരിട്ടാണ് വിളിക്കുന്നത്. ഓട്ടോക്യാഡ്, ബിം എന്ന് വേണ്ട അങ്ങനെ ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് എല്ലാം യൂസ് ചെയ്യാനുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പുതിയ എക്യുപ്മെന്റ്സ് എല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുന്നുണ്ട്. അപ്പൊ ആർക്കിടെക്ട് എന്ന് പറയുമ്പം ഡിസൈൻ ചെയ്ത് നമുക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡിസൈൻ ചെയ്തത് അതുപോലെയാണോ സൈറ്റിൽ പണിയുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ സൈറ്റിൽ ഏറ്റവും എളുപ്പം, അതായത് ഏറ്റവും പെട്ടെന്ന്, കാരണം ടൈം ഈസ് ഓൾസോ മണി, പെട്ടെന്ന് ഏറ്റവും ക്വാളിറ്റിയോടെ പണിതെടുക്കാനായിട്ട് ഇപ്പൊ പല 3D പ്രിന്റിംഗ് എക്യുപ്മെന്റ്സും വന്നിട്ടുണ്ട്. ആ പ്രിന്റിംഗ് എക്യുപ്മെന്റ്സിന്റെ അതിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ ആവശ്യമാണ്. അതുപോലെ ലേസർ പ്രിന്റിംഗ് ടെക്നോളജി, ലേസർ കട്ടിംഗ് ടെക്നോളജി വന്നിട്ടുണ്ട്. വെർച്വൽ റിയാലിറ്റി ടൂൾസ് വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, റോബോട്ടിക്സ് ഉണ്ട് ഇൻ കൺസ്ട്രക്ഷൻ. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രോസസ്സസ് ഉണ്ട്. കാരണം റിപ്പറ്റേറ്റീവ് ടാസ്കിന് പ്രിസിഷൻ നൽകാനായിട്ട് അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഹസാർഡസ് ആയിട്ടുള്ള ഏരിയാസിലുള്ള വർക്കിനും റോബോട്ടിക്സ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുകയും അത് പ്രവർത്തിപ്പിക്കുന്ന രീതികൾ പഠിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ റിസോഴ്സസ് ഇപ്പൊ അവൈലബിൾ ആണ്. ആ ഡിജിറ്റൽ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ് ഇപ്പോൾ വളരെ നന്നായി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലീഡ് ഉണ്ട്, ഗൃഹയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുക. എൻവയോൺമെന്റൽ ടെക്നോളജീസ്, റിന്യൂവബിൾ എനർജി സിസ്റ്റംസ്, സസ്റ്റൈനബിൾ മെറ്റീരിയൽസ്, വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, ഇതിലെല്ലാം നല്ല രീതിയിൽ ഒരു വിജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓജസ്സും തേജസ്സും ഉള്ള വളരെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യാനും അത് മനുഷ്യരാശിക്ക് ഉതകുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനും കഴിയും. അപ്പം മാർക്കറ്റ് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം ആർക്കിടെക്ചർ പഠിക്കുന്നതിൽ ആർക്കിടെക്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം, കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ചസും അതനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്, ഇതിന്റെ ഒരു ഡൈനാമിക്സ്, മാർക്കറ്റ് ഡൈനാമിക്സ് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കോമൺ സെൻസ് ആവശ്യം. ഇപ്പൊ ന്യൂട്ടന്റെ ബുദ്ധിയൊന്നും വേണ്ട ആർക്കിടെക്ചർ പഠിക്കാനായിട്ട്, ബട്ട് ഒരു കോമൺ മാന്റെ കോമൺ സെൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ എന്നും പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കണം. കാരണം ഈ ടെക്നോളജി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്കിപ്പോ ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആർക്കിടെക്ചർ നമുക്ക് ഈ എന്താണ് പുതിയ ഇന്നോവേഷൻ വരുന്നത്, ആ ഇന്നോവേഷൻ എങ്ങനെയാണ് നമുക്ക് ആർക്കിടെക്ചർ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്ന ഒരു വിദ്യ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് ഇരിക്കാനുള്ള ഒരു മനസ്സുദ്ധിയും കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ആർക്കിടെക്റ്റ് ഇപ്പോൾ നിലവിലായിരിക്കുന്ന ഒരാളും ഇതാവാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളോട് ഇപ്പം മാം ഷെയർ ചെയ്തത്. ആൻഡ് യെസ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വാസ്തുവിദ്യാശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ എന്നറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് ഉയരെ 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മളിങ്ങനെ ഈ ഒരു ആർക്കിടെക്റ്റ് ആവാനായിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, അവരറിയേണ്ടത്, അവരുടെ ചിറകുകൾ എങ്ങനെയൊക്കെ അവർക്ക് ഭദ്രമാക്കി അവർക്ക് പറക്കാനായിട്ട് ശരിയാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിനിടയിൽ ചിലർക്കൊരു സംശയമുണ്ട്. സ്റ്റിൽ നമുക്കൊരു സംശയമുള്ളൊരു കാര്യമാണ്, ഈ ഒരു ആർക്കിടെക്റ്റും
ഇന്റീരിയർ ഡിസൈനറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. മാം, എന്താണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ? ഓക്കെ ജോ, ആർക്കിടെക്ചറും ഇന്റീരിയർ ഡിസൈനും ഒരു വാക്കിൽ പറഞ്ഞാല് അത് ഓവർലാപ്പിംഗ് ഏരിയാസും ഉണ്ട്. അത് ഡിഫറെന്റ് ആണ്, അറ്റ് ദ സെയിം ടൈം അതിന് ഓവർലാപ്പിംഗ് ഏരിയാസും ഉണ്ട്. അപ്പം ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിത്തറ മുതൽ മേൽക്കൂര വരെയുള്ള മുഴുവൻ കെട്ടിട ഘടനകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുതൽ കെട്ടിടത്തിന്റെ പുറംഭാഗം, പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം, അവ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും ഘടനാപരമായ സമഗ്രത എങ്ങനെ കെട്ടിടങ്ങളിൽ കൊണ്ടുവരാമെന്നും ബിൽഡിംഗ് കോഡുകളുടെ ഒരു അന്വേഷണവും അതിന്റെ ഒരു ആപ്ലിക്കേഷനും, അതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ കെട്ടിടങ്ങളിൽ, ഇപ്പൊ ഒരു മോളാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഫയർ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, ക്രൗഡ് മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും മൈക്രോ തലത്തിൽ നമ്മൾ പഠിച്ച ശേഷം അതൊരു മാക്രോ തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ സ്പേഷ്യൽ ഓർഗനൈസേഷൻ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ സാങ്കേതിക വശങ്ങളാണെങ്കിൽ നിർമ്മാണ രീതികളെയും വസ്തുക്കളെയും കുറിച്ച് വിപുലമായ അറിവ് നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. സങ്കീർണമായ ഗണിതശാസ്ത്ര എഞ്ചിനീയറിംഗ് തത്വങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഒരു ആർക്കിടെക്ചറൽ ഡിസൈനില്. അതുപോലെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അതുപോലുള്ള പാരിസ്ഥിതിക ഘടനകൾക്കെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഈ സിസ്റ്റത്തിന്റെ എല്ലാം സംയോജനവും നമ്മൾ ആർക്കിടെക്ചറിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ വളരെ ചെറിയൊരു ഭാഗമാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത്. കാരണം ഓൾറെഡി കെട്ടിടം ഉണ്ടായിരിക്കും, ആ കെട്ടിടത്തിന്റെ ഇന്റീരിയർ ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടന സ്ഥാപിച്ച ശേഷമാണല്ലോ നമുക്ക് ഇന്റീരിയർ ഡിസൈൻ ആയിട്ട് സ്പേസ് കിട്ടുന്നത്. അപ്പം ആ സ്പേഷ്യൽ ഡിസൈൻ നമ്മൾ ഏറ്റവും പ്രവർത്തനയുക്തവും സൗന്ദര്യാത്മകവുമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഫർണിച്ചറുകള്, മെറ്റീരിയലുകൾ എന്തൊക്കെ ഉപയോഗിക്കണം, എങ്ങനെ ഫർണിച്ചർ ഡിസൈൻ ചെയ്യണം, ഫിനിഷുകൾ എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ കളർ ഉപയോഗിച്ചാൽ നമ്മുടെ ഇന്റീരിയറിന് ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ഡിലൈറ്റ് ലഭിക്കും, അല്ലെങ്കിൽ ഓജസ്സും തേജസ്സും ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ കൊണ്ട് അതിന്റെ ഉള്ള സോഫ്റ്റ്വെയർസ് വെച്ച് നമ്മൾ പല കളേഴ്സും ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ മെറ്റീരിയലുകൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതാണ് സാങ്കേതിക വശം. എന്തെല്ലാം നിറങ്ങൾ കൊടുക്കാം, എന്ത് ടെക്സ്ചറുകൾ കൊടുക്കാം, ലൈറ്റിംഗ് എങ്ങനെ ചെയ്യണം, ഈ അറിവുകളെല്ലാം ആവശ്യമുണ്ട്. അത് പ്രാക്ടീസിൽ കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് ഇന്റീരിയർ ഡിസൈൻ. അതുപോലെ തന്നെ എർഗണോമിക്സും, അതായത് മനുഷ്യന്റെ ബോഡിയുടെ ഡയമെൻഷൻസും നമ്മളുടെ വർക്കിംഗ് എൻവയോൺമെന്റ് ഡയമെൻഷൻസും മനുഷ്യന്റെ പെരുമാറ്റ രീതികൾ വരെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഇടങ്ങളൊക്കെ ഇന്റീരിയർ ഡിസൈനിൽ ഡിസൈൻ ചെയ്യാൻ തന്നെ. അപ്പം നമ്മൾ സ്പേഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം എങ്ങനെ ഇതിനെ ഏറ്റവും സൗന്ദര്യപ്രദമായി, അതായത് അലങ്കാര ഘടനകൾ എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റും, ഫർണിച്ചറിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കാം, ഇതുമെല്ലാം നമ്മൾ ഇന്റീരിയർ ഡിസൈനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവർലാപ്പിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് ഏരിയാസ് സ്പേഷ്യൽ ആസൂത്രണം, സ്പേഷ്യൽ പ്ലാനിങ്, പിന്നെ ഇതാണ് ഹ്യൂമൻ ബിഹേവിയർ, ഉപയോക്ത അവരുടെ അനുഭവം, ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇത് ആർക്കിടെക്ചറിലാണെങ്കിലും നമ്മൾ പരിഗണിക്കുന്നുണ്ട്, അതുപോലെ ഇന്റീരിയർ ഡിസൈനിലും പരിഗണിക്കുന്നുണ്ട്. ബിൽഡിംഗ് കോഡുകളും സുരക്ഷാ ചട്ടങ്ങളും രണ്ട് ഫീൽഡിലും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ രണ്ട് പ്രവർത്തനങ്ങളും നമുക്ക് സൗന്ദര്യമുള്ള പ്രവർത്തനത്തിന് ഗുണമുള്ള ഇടങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് ഓവർഫ്ലോ ചെയ്യുന്ന അല്ല ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു ആർക്കിടെക്ട് ആയിരിക്കും നല്ലൊരു ഇന്റീരിയർ ഡിസൈനർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു കണക്ഷനും ഉണ്ട് എന്നാണ് നമ്മളിതാ പറഞ്ഞു കേട്ടത്. അപ്പം എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ആർക്കിടെക്ട് എന്ന മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന മേഖലയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉയരയിലൂടെ. ഇനിയും കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, അത് കേൾക്കാം നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഉയരയിലൂടെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ, BArch എന്നൊരു കോഴ്സ് പഠിച്ചാലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ പല വിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് മാം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. മാം ആണ് നമ്മളോട് ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാം ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ശൂന്യതയിൽ നിന്ന് വിസ്മയം തീർക്കുന്നവരാണ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ പല വിധമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് ഒരു ഹാർഡ് വർക്കിംഗ് വേണ്ട ഒരു സ്കില്ലാണ്. ടെക്നോളജിക്കലി ഒരുപാട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആ അപ്ഡേറ്റുകൾക്കൊപ്പം സഞ്ചരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാം, ഇപ്പം എല്ലാവർക്കും ഒരു ധാരണയായിട്ടുണ്ട് എന്താണ് ഈ ഒരു മേഖലയിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പം എന്താണ് ഈ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനായിട്ടുള്ളത് അവസാനമായിട്ട്? ആർക്കിടെക്ചർ എന്നൊരു മേഖല വളരെ സുന്ദരവും ലളിതവുമായ ഒരു മേഖലയാണ്. കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കെട്ടിടത്തിനകത്തായിരിക്കാം. ഇപ്പൊ ഞാൻ വീട്ടിൽ താമസിക്കുന്നു, ജോലിക്ക് പോകുന്നു, അപ്പോൾ ഞാൻ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നെ വളരെ ചെറിയൊരു ട്രാവൽ ആയിരിക്കും, നല്ലൊരു ലോങ് ട്രാവൽ ആയിരിക്കും, പിന്നെയും ഞാനൊരു കെട്ടിടത്തിലേക്കാണ് എത്തുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് തിരിച്ചു വരുന്നു, വീണ്ടും ഒരു കെട്ടിടത്തിലേക്കാണ് ഞാൻ റെസ്റ്റ് എടുക്കാൻ വരുന്നത്. അപ്പം മനുഷ്യ ജീവിതവുമായിട്ട് ഒരുപാട് സമഗ്രമായി നിൽക്കുന്നതാണ് നമ്മുടെ ഈ കെട്ടിടങ്ങളെല്ലാം. അപ്പോൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ ബിഹേവിയർ, മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആർക്കിടെക്ചർ. കാരണം നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിത രീതി എന്താണോ അതനുസരിച്ച് നമ്മുടെ സ്വഭാവം രൂപപ്പെട്ടു പോകും എന്നൊക്കെ പല സൈക്കോളജിയുണ്ട്. വി ആർ വാട്ട് വി ബിൽഡ്. നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുന്നു അതാണ് നമ്മൾ. കാരണം അത്രയും മാത്രം ഈ ഇടങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ തന്നെ ആരോഗ്യപ്രദമായ ജീവിതം നയിപ്പിക്കാൻ കഴിവുള്ള ഒരു ഫീൽഡാണ് വാസ്തുവിദ്യ അല്ലെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഇതിലേക്ക് തന്നെ വരണം. കാരണം ആർക്കിടെക്ചറിന്റെ ആവശ്യമുണ്ട്. നല്ല ആർക്കിടെക്ചറിന്റെ, വെറുതെ ഒരു നമ്പർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ അല്ല ആവശ്യം, നല്ല ആർക്കിടെക്ചറിന്റെ പ്രകൃതിയെ അറിയാൻ കഴിവുള്ളതും അതുപോലെ തന്നെ മനുഷ്യരാശിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചു കൊടുക്കാൻ കഴിവുള്ളതുമായ ആർക്ക് വേണമെങ്കിലും ഈ ഫീൽഡിലേക്ക് കടന്നു വരാവുന്നതാണ്. കാരണം ഈ ഫീൽഡ് അത്രമാത്രം മനുഷ്യസ്നേഹികളെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ആർക്കിടെക്ചർ എന്ന കോഴ്സ് എടുക്കുകയും അത് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള, മിസ് ഇപ്പൊ പറഞ്ഞതുപോലെ ലളിതവും സുന്ദരവുമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ആ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കേട്ടറിഞ്ഞവർക്ക് ഇന്ന ഒരു കോഴ്സിനോട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനോടും നിങ്ങളുടെ ഇഷ്ടങ്ങളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു കോഴ്സ് എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് മറ്റൊന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കേട്ടറിയാം ഉയരയുടെ. കാരണം ഉയരയിൽ പല വിധമായിട്ടുള്ള പ്രോഗ്രാമുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് മാം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ ബിനുമോൾ ടോം, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ഫ്രം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. മാം താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു ഈ ഒരു മേഖലയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ. ആ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു മേഖലയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ലളിതവും സുന്ദരവുമായിട്ട് തന്നെ മാം നമ്മളോടും ആ ഒരു കാര്യങ്ങളൊക്കെ പങ്കിട്ടു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് മാം. മോസ്റ്റ് വെൽക്കം. യെസ്, ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പലവിധമായിട്ടുള്ള പ്രോഗ്രാമുകളെക്കുറിച്ച്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളെക്കുറിച്ചൊക്കെ കേട്ടറിയാം. സോ ദിസ് ഈസ് ആർ ജെജോ സൈനിങ് ഓഫ് ഫ്രം ഉയരെ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.